ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺട്രോൾ സിസ്റ്റത്തിലത്തെ ഫ്രീക്വൻസി റെസ്പോൺസ് അനാലിസിസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബോർഡേ പ്ലോട്ട് ആൻഡ് പോളാർ പ്ലോട്ടിനെ പറ്റിയിട്ടാണ്. അപ്പൊ ആദ്യം നമുക്ക് ബോർഡേ പ്ലോട്ടിനെ പറ്റി നോക്കാം. ബോർഡേ പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് കംപ്രൈസ് ഓഫ് ടു പ്ലോട്ട്സ്. വൺ ഇസ് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് ആൻഡ് ദ അതർ വൺ ഈസ് ഫേസ് പ്ലോട്ട്. ഓക്കെ, ഈ രണ്ട് പ്ലോട്ടും കൂടി ചേർന്നതാണ് ബോർഡേ പ്ലോട്ട് എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് എന്ന് പറയുമ്പോൾ നമ്മള് പ്ലോട്ടില് മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി ഓഫ് ജെ ഒമേഗയും അതുപോലെ തന്നെ ലോഗരിതമിക് സ്കെയിൽ ഓഫ് ഒമേഗയുടെ ലോഗരിതമിക് സ്കെയിലും തമ്മിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നുണ്ടാവുക. സെമി ലോഗ് ഗ്രാഫിലാണ് നമ്മൾ ഇത് വരയ്ക്കുക. ഫേസ് പ്ലോട്ട് ആകുമ്പോൾ എന്തായിരിക്കും വ്യത്യാസം? ഇതുപോലെ തന്നെ ലോഗരിതമിക് സ്കെയിലുള്ള ഒമേഗ തന്നെയാണ് നമ്മൾ എക്സ് ആക്സിസിൽ എടുക്കുന്നത്. വൈ ആക്സിസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആംഗിൾ ഓഫ് ജെ ഒമേഗ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടും ഫേസ് പ്ലോട്ടും മനസ്സിലായല്ലോ. സപ്പോസ് നമുക്കൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിരിക്കുകയാണ്. ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു 80 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 20. എപ്പോഴും ബോർഡേ പ്ലോട്ട് വരയ്ക്കുന്നതിന് മുന്നേ നമ്മൾ ഉറപ്പാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിലാണ് ഇത് എന്നുള്ളത് ഉറപ്പാക്കണം. അതായത് 1+ST ഫോമാറ്റിലാണ് സീറോസിന്റെയും പോൾസിന്റെയും വരുന്നത് എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. അപ്പൊ ഇവിടുത്തെ കേസിൽ നോക്കുകയാണെങ്കിൽ 1+ST ഫോമാറ്റിലാണോ എടുക്കുന്നത്? അല്ല. അപ്പൊ നമ്മൾ ആദ്യം അതിനെ അങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 80 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു 2നെ പുറത്തേക്ക് എടുക്കുക. അപ്പൊ 1+S/2 എന്നാവില്ലേ? കറക്റ്റ് അല്ലേ? 2 ക്യാൻസൽ ആയി, എസ് ആയി. 2 into 1 ചെയ്ത് കഴിഞ്ഞാൽ 2 ആയി. എസ് പ്ലസ് 2 തന്നെയല്ലേ വരിക. അതുപോലെ തന്നെ നെക്സ്റ്റ് ടേമിൽ ആരെ പുറത്തെടുക്കേണ്ടി വരും? 20നെ പുറത്തെടുക്കേണ്ടി വരും. 20 into 1+S/20 വരും അല്ലേ? അപ്പൊ 20 into 2 എന്ന് പറയുമ്പോൾ 40. അത് 80ൽ എത്ര പ്രാവശ്യം പോവും? 2. അപ്പൊ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലുള്ളത് എങ്ങനെ കിട്ടിയത്? 2/S ഇൻറ്റു 1+S/2 ഇൻറ്റു 1+S/20. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമുക്ക് തന്നിട്ടുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കുക എന്നുള്ളത്. ഇനി നമുക്ക് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ടേം എന്ന് പറയുന്നത് കോർണർ ഫ്രീക്വൻസി ആണ്. അപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലാക്കിയിട്ടുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നുണ്ട്. 2 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു 1+S/2 ഇൻറ്റു 1+S/20. ഇതായിരുന്നല്ലോ. ഇതില് കോർണർ ഫ്രീക്വൻസീസ് എന്ന് പറയുമ്പോൾ ഈ ഫ്രീക്വൻസീസിൽ വെച്ചിട്ടാണ് സ്ലോപ്പ് ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 ടേംസ് ആണ് ഇവിടെ വരുന്നത്. ഒന്ന് 1/S, ഈ ഒരു പോർഷൻ. പിന്നെ വരുന്നത് 1/1+S/2 എന്നുള്ള പോർഷൻ. പിന്നെ 1 ഡിവൈഡഡ് ബൈ 1+S/20 എന്ന് പറയുന്ന പോർഷൻ. ഇങ്ങനെ 3 ടേംസ് ആണ് നമുക്ക് വരുന്നത് അല്ലെ? അല്ലെ 1/Sന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഡിനോമിനേറ്ററിലാണ് എസ് വരുന്നതെങ്കിൽ നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് വിൽ ബി -20 dB per decade ആയിരിക്കും. അതേസമയം ന്യൂമറേറ്ററിലാണ് വന്നതെങ്കിൽ, അതായത് ഇവിടെ ഒരു പോളാണ് അറ്റ് ഒറിജിൻ എസ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത് അല്ലെ, അതിന് പകരം 0 ആയിരുന്നു അറ്റ് ഒറിജിൻ എസ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ വിച്ച് ഇസ് +20 dB per decade ആണ് നമ്മൾ എടുക്കേണ്ട വാല്യൂ. ഇനിയിപ്പോ 1/S² ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നേനെ? n ഇൻറ്റു, ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? 2. അപ്പൊ 2 ഇൻറ്റു -20 വിച്ച് ഇസ് ഈക്വൽ ടു -40 dB per decade എന്ന് എടുക്കേണ്ടി വന്നേനെ. അപ്പൊ 1/S⁻n എന്നുള്ള ഫോമിലാണ് വരുന്നതെങ്കിൽ n ഇൻറ്റു -20 dB per decade ആണ് അതിന്റെ ടോട്ടൽ സ്ലോപ്പ് എന്ന് പറയുന്നത് വരിക. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ഇനി എസിന് പകരം ന്യൂമറേറ്ററിലെ സ്ക്വയർ ആയിരുന്നെങ്കിൽ എന്ത് വേണം? ഇവിടെ എന്റെ സ്ഥാനത്ത് എന്താണ്? 2 ആണ്. അപ്പൊ 2 into 20, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് +20 ചെയ്യുന്നതുകൊണ്ട് +40 dB per decade കിട്ടും അല്ലെ?
അതായത് എസ് റേസ് ടു എൻ എന്ന് പറയുന്ന ടേമിന്റെ കേസിൽ വരികയാണെങ്കിൽ n ടൈംസ് പ്ലസ് 20 dB പെർ ഡെക്കേഡ് എടുത്തതായിരിക്കും ഇതിന്റെ സ്ലോപ്പ് വരിക. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടുത്തെ കേസിൽ നോക്കൂ, 1/s ആണ് ആദ്യത്തെ ടേം വന്നിട്ടുള്ളത്. എസ് എവിടെയാണ്? ഡിനോമിനേറ്ററിലാണ്, വിച്ച് ഇംപ്ലൈസ് -20 dB പെർ ഡെക്കേഡ് സ്ലോപ്പ് അല്ലേ? ഇനി നെക്സ്റ്റ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് ST എന്നുള്ള ഫോർമാറ്റിലാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ കേസിലും എന്താണ്? ഡിനോമിനേറ്ററിലാണ് എസിന്റെ ടേം വന്നിട്ടുള്ളത്. ഒരു -20 കൂടെ വരും. അപ്പൊ -20 -20 ടോട്ടൽ ഓഫ് -40 dB പെർ ഡെക്കേഡ് ആണ് ടോട്ടൽ വരുന്ന സ്ലോപ്പ്. ഇനി ഈ -40യുടെ ഒപ്പം വീണ്ടും ഡിനോമിനേറ്ററിലായതുകൊണ്ട് ഒരു -20 കൂടി വരുന്നതായിരിക്കും. അതായത് -60 dB പെർ ഡെക്കേഡ് എന്ന് പറയുന്നതായിരിക്കും നെക്സ്റ്റിന്റെ വരുന്നത്. ഇതില് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, കോർണർ ഫ്രീക്വൻസി എന്നൊരു ടേം ഉണ്ട്. അതായത് 1/1 പ്ലസ് ST എന്നുള്ള ഫോമുലാണെങ്കിൽ കോർണർ ഫ്രീക്വൻസി കാണാനുള്ള ഫോമുല എന്ന് പറയുന്നത് 1/T ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ കേസിലും അതുപോലെ തന്നെ ഇതിന്റെ കേസിലും കോർണർ ഫ്രീക്വൻസീസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഒന്നാമത്തെ കോർണർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? ωc1 is equal to 1 divided by ടിയുടെ വാല്യൂ എന്താ ഇവിടെ വരുന്നത്? 1/2, which means 2 radian per second ആണ്. ഈ കോർണർ ഫ്രീക്വൻസിയിൽ വെച്ചിട്ടാണ് ആദ്യം -20 dB പെർ ഡെക്കേഡ് വന്നിട്ടുണ്ടായിരുന്ന ലൈന് മാറി -40 dB പെർ ഡെക്കേഡിലേക്ക് മാറുന്നത്. ഓക്കെ അല്ലേ? അതിനുശേഷം വീണ്ടും ഒരു കോർണർ ഫ്രീക്വൻസിയും കൂടെ വരുന്നുണ്ട് അല്ലെ? 1 ഡിവൈഡഡ് ബൈ 1/20. എസിന്റെ ഒപ്പം ഇവിടെ വരുന്ന കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 1/20 ആണല്ലോ. അപ്പൊ ഇവിടെ നിന്ന് വരും 20 റേഡിയൻ പെർ സെക്കൻഡ്. ഈ 20 റേഡിയൻ പെർ സെക്കൻഡിൽ വീണ്ടും സ്ലോപ്പിന് ചേഞ്ച് ഉണ്ടാവുകയാണ്. -40 dB നിന്ന് -60 dB പെർ ഡെക്കേഡിലേക്ക് മാറും. അപ്പൊ കോർണർ ഫ്രീക്വൻസീസ് മനസ്സിലായല്ലോ. ഈ കോർണർ ഫ്രീക്വൻസീസിൽ വെച്ചിട്ടാണ് സ്ലോപ്പ് ഒരു ലെവലിൽ നിന്ന് വേറൊരു ലെവലിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ കോർണർ ഫ്രീക്വൻസീസ് കാണാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ട്രാൻസ്ഫർ ഫംഗ്ഷനെ സ്റ്റാൻഡേർഡ് ഫോമിൽ ആക്കിയതിന് ശേഷം ടിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കോർണർ ഫ്രീക്വൻസി ഈക്വൽ ടു 1/T ഇക്വേഷനിൽ പുട്ട് ചെയ്തിട്ട് വാല്യൂസ് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടിന്റെ കേസിൽ വരുന്നത്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് നമ്മൾ ഇതിന്റെ വരയ്ക്കുകയാണെങ്കിൽ, റഫ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ, ഒരു 20 dB -20 dB ആയതുകൊണ്ട് താഴേക്കായിരിക്കല്ലോ. -20 dB പെർ ഡെക്കേഡിൽ വന്നുകൊണ്ടിരുന്ന ഒരു ലൈൻ ωc1 വിച്ച് മീൻസ് 2 എത്തിക്കഴിഞ്ഞപ്പോ എന്തായി? -40 dB പെർ ഡെക്കേഡിലേക്ക് മാറി. ഇവിടുത്തെ സ്ലോപ്പ് എത്താണ്? -40 dB പെർ ഡെക്കേഡ് ആണ്. വീണ്ടും കോർണർ ഫ്രീക്വൻസി 20 എത്തിക്കഴിഞ്ഞപ്പോ വീണ്ടും എന്തുണ്ടായി? -60 dB പെർ ഡെക്കേഡിലേക്ക് മാറി. അപ്പൊ ഇങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത്. മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടിന്റെ കാര്യമാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി ഫേസ് പ്ലോട്ട് നമുക്ക് നോക്കാം. ഫേസ് പ്ലോട്ടിന്റെ കേസിലാണെങ്കിലും നമുക്കുള്ള ടേംസ് ഏതൊക്കെയാണ്? 1/s, 1/1 പ്ലസ് s/2, 1/1 പ്ലസ് s/20, ഈ മൂന്നെണ്ണം. അല്ല, എസിന് j⍵. അപ്പൊ s = j⍵ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ടേംസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് എഴുതാം. 1/j⍵ ആണ് ഒന്നാമത്തെ ടേം. ഇതിന്റെ കേസിൽ a+ib ഫോർമാറ്റിലാണ് നമ്മുടെ തന്നിട്ടുള്ള കോംപ്ലക്സ് നമ്പർ എങ്കിൽ tan inverse b/a ആണ് അതിന്റെ ഫേസ് ആംഗിൾ എന്ന് നമുക്കറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേസിൽ എന്താണ് വരിക? ഇവിടെ 0 + j⍵ എന്നുള്ള ഫോമിലാണ്. അപ്പൊ എന്ത് വരും? അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇത് ഡിനോമിനേറ്ററിലാണ് വരുന്നത്. ഡിനോമിനേറ്ററിൽ വരുന്നതുകൊണ്ട് നമ്മളൊരു മൈനസ് സൈൻ കൊടുക്കേണ്ടി വരും. അപ്പൊ -tan inverse ω / 0, റിയൽ പാർട്ട് 0 അല്ലേ? which implies -tan inverse infinity which is equal to -90 degree. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ടേം വരുന്നത് എന്താണ്? 1/1 പ്ലസ് j⍵/2 ആണ് വരുന്നത്. വിച്ച് ഇംപ്ലൈസ് ഫേസ് എന്തായിരിക്കും? -tan inverse ω/2 ഡിവൈഡഡ് ബൈ 1, ω/2 തന്നെ. അപ്പൊ -tan inverse ω/2 ആണ് വരുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ മൂന്നാമത്തെ ടേം 1/1 പ്ലസ് j⍵/20 എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും?
മൈനസ് ടാൻ ഇൻവേഴ്സ് ഒമേഗ ബൈ 20 വരും അല്ലെ. ശ്രദ്ധിക്കണം, ഡിനോമിനേറ്ററിലാവുമ്പോഴാണ് മൈനസ് സൈൻ വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഫേസുകൾ ഇതുപോലെ കണ്ടുപിടിക്കാം. ടോട്ടൽ ഫേസ് വാല്യൂ എടുത്തായിരിക്കും ഇത് -90 മൈനസ് ടാൻ ഇൻവേഴ്സ് ഒമേഗ ബൈ 2 മൈനസ് ടാൻ ഇൻവേഴ്സ് ഒമേഗ ബൈ 20 ചെയ്തതായിരിക്കും എന്ത് ടോട്ടൽ റിസൾട്ടന്റ് ഫേസ് എന്ന് പറയുന്നത്. ഇതില് ഒമേഗയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് നമ്മൾ വാല്യൂസ് കണ്ടുപിടിച്ച് കോർണർ ഫ്രീക്വൻസിയിൽ കണ്ടുപിടിക്കും. കോർണർ ഫ്രീക്വൻസി രണ്ടെണ്ണത്തിലും നമ്മൾ കണ്ടുപിടിക്കുക, അതിന്റെ പോയിന്റ്സ് അടയാളപ്പെടുത്തുക. അതിനേക്കാളും കുറവുള്ള ഫ്രീക്വൻസി എടുക്കുക. പക്ഷെ നമുക്ക് 1 എടുക്കാൻ പറ്റില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗ് 1 എന്ന് പറയുന്നത് എന്താണ് 0 ആണ്. അതുകൊണ്ട് 1 എടുക്കാൻ പറ്റില്ല. അതല്ലാതെ കോർണർ ഫ്രീക്വൻസിനേക്കാളും കുറവായ വാല്യൂസും അതുപോലെ കോർണർ ഫ്രീക്വൻസിനേക്കാളും കൂടുതലായിട്ടുള്ള വാല്യൂസും നമ്മൾ എടുത്തിട്ട് ആ ഒമേഗയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 5 റിസൾട്ടന്റ് കണ്ട് പ്ലോട്ട് വരയ്ക്കുകയാണെങ്കിൽ അതാണ് എന്ത് നമ്മുടെ ഫേസ് പ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബോർഡേ പ്ലോട്ടിന്റെ കേസിൽ നമ്മൾ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടും ഫേസ് പ്ലോട്ടും നോക്കിക്കഴിഞ്ഞു. സപ്പോസ് ഇവിടെ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന പോലെ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത് വിചാരിക്കുക. അപ്പൊ എന്താണ് y ആക്സിസിൽ മാഗ്നിറ്റ്യൂഡ് ആണ്, x ആക്സിസിൽ എന്തായിരിക്കും ലോഗ് ഒമേഗ, ലോഗരിതം ഓഫ് ഒമേഗ ആയിരിക്കും, ലോഗരിതമിക് സ്കെയിൽ ഓഫ് ഒമേഗ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടത്തെ കേസിലാണെങ്കിലും എടുക്കുകയാണെങ്കിൽ ഫേസ് പ്ലോട്ടില് ഫേസ് വേഴ്സസ് ലോഗൊമേഗ ആയിരിക്കും, ഫേസ് ആംഗിൾ വേഴ്സസ് ലോഗൊമേഗ. അങ്ങനെ വരച്ചിട്ടുള്ള 2 പ്ലോട്ട് കിട്ടിയിട്ടുള്ളതാണ് നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത്. നമുക്ക് ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, അതിനനുസരിച്ച് നമ്മൾ വരച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടും അതുപോലെ ഫേസ് പ്ലോട്ടും ആണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കുറച്ച് ടേംസ് കണ്ടുപിടിക്കാനുണ്ട്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി ആണ്. ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഗെയിൻ വരച്ചിട്ടുള്ള മാഗ്നിറ്റ്യൂഡും ലോഗൊമേഗയും തമ്മിലുള്ള ഗ്രാഫ് വരച്ചിട്ടുള്ളതിൽ 0 dB ക്രോസ് ചെയ്യുന്ന പോയിന്റിന്റെ അവിടെ വരുന്ന ഫ്രീക്വൻസിനെയാണ് നമ്മൾ ഒമേഗ GC ഓർ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻസി അറ്റ് വിച്ച് magnitude is equal to 1 or 0 dB. ഓക്കെ അല്ലെ? ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 അല്ലെങ്കിൽ DB പറയുകയാണെങ്കിൽ 0 dB എത്തുന്ന പോയിന്റ്, 0 dB ക്രോസ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നതായിരിക്കില്ല അത്. അതുകൊണ്ടാണ് ഇവിടെ ഒമേഗ GC എന്ന് പറയുന്നത് ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു പോയിന്റ്. ഓക്കെ, ഇതുപോലെ ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസിയുടെ കേസിൽ വരുന്ന ചെക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ആംഗിൾ ആണ്. ആംഗിൾ തമ്മിലാണല്ലോ നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പൊ ആംഗിൾ ഓഫ് J ഒമേഗ ഈക്വൽ ടു -180 ഡിഗ്രി വരുന്ന പോയിന്റിനെയാണ് നമ്മൾ -180 ഡിഗ്രി ആണ് ഇത്. -180 ഡിഗ്രിന്റെ ലൈനിൽ എപ്പോഴാണോ ഈ ഫേസ് പ്ലോട്ട് ക്രോസ് ചെയ്യണേ ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി ഓർ ഒമേഗ PC എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഒമേഗ GC ഒമേഗ PC കാണാൻ പഠിച്ചല്ലോ. ഇനി ഒമേഗ GCനെ താഴേക്ക് ഗെയിൻ പ്ലോട്ടിലാണ് ഒമേഗ GC നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനെ താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരുമ്പോ ഒരു സ്ഥലത്ത് പെർട്ടിക്കുലർ പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? കട്ട് ചെയ്യുന്നുണ്ടാവും. അതുവരെയുള്ള ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫേസ് മാർജിൻ എന്ന് പറയുന്നത്. അതേസമയം ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസിനെ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ഇതുപോലെ ക്രോസ് ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ഗെയിൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ, മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗെയിൻ മാർജിൻ എന്ന് പറയുന്നത്. അപ്പൊ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്നാണ് ഫേസ് മാർജിൻ കണ്ടുപിടിക്കുന്നത്. ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസിയിൽ നിന്നാണ് ഗെയിൻ മാർജിൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ ഫേസ് മാർജിൻ കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫേസ് മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എക്സ്ട്രാ ഫേസ് ലാഗ് we can add to bring the system to instability. അപ്പൊ ഫേസ് മാർജിൻ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സിസ്റ്റം അൺസ്റ്റേബിൾ ആവാൻ എക്സ്ട്രാ എത്ര ഫേസ് ലാഗ് കൂടാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫേസ് മാർജിൻ എന്ന് പറയുന്നത്.
അതേസമയം ഗെയിൻ മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് ഗെയിൻ ഇൻ DB വിച്ച് സിസ്റ്റംസ് ഗെയിൻ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബിഫോർ ഇറ്റ് ബിക്കംസ് അൺസ്റ്റേബിൾ. അൺസ്റ്റേബിൾ ആവുന്നതിന് മുന്നേ എത്ര ഗെയിനും കൂടെ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗെയിൻ മാർജിൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ 4 ടേംസും ഫെമിലിയർ ആയിരിക്കുക. ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി, ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി, ഫേസ് മാർജിൻ ആൻഡ് ലാസ്റ്റ്ലി ഗെയിൻ മാർജിൻ. ഓക്കെ ആണല്ലോ? ഫേസ് മാർജിനും ഗെയിൻ മാർജിനും ഓരോ ഇക്വേഷൻ ഉണ്ട്. ഫേസ് മാർജിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസിയിൽ നമുക്ക് കിട്ടിയ ആംഗിൾ G(j)(OMEGA)GC അറ്റ് GC ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസിയിൽ നമുക്ക് കിട്ടിയ ആംഗിൾ പ്ലസ് 180 ഡിഗ്രി ചെയ്യുന്നതായിരിക്കും ഫേസ് മാർജിൻ. ഈ ഒരു ഇക്വേഷൻ കൂടെ പഠിച്ചു വെക്കുക. ഗെയിൻ മാർജിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, -20 log മാഗ്നിറ്റ്യൂഡ് അറ്റ് ഏതാണ്, ω(PC) ആയിരിക്കും. ω = ω(PC)യിൽ വരുന്ന മാഗ്നിറ്റ്യൂഡിന്റെ -20 log എടുക്കുന്നതായിരിക്കും ഗെയിൻ മാർജിന്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാനുള്ളത് പോളാർ പ്ലോട്ട് ആണ്. പോളാർ പ്ലോട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മാഗ്നിറ്റ്യൂഡും ആംഗിളും തന്നെയാണ്, ഫേസും തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. G(j)(OMEGA) H(j)(OMEGA)യുടെ മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ G(j)(OMEGA) H(j)(OMEGA)യുടെ ആംഗിളും നമ്മൾ വരയ്ക്കുന്ന പ്ലോട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളാർ പ്ലോട്ട് എന്ന് പറയുന്നത്. ഈ പോളാർ പ്ലോട്ടിന്റെ ഷേപ്പ് എങ്ങനെ വരും എന്നുള്ളത് എളുപ്പത്തിൽ പഠിച്ചു വെക്കാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ കോർഡിനേറ്റ്സ് വരയ്ക്കുക. കോർഡിനേറ്റ്സ് വരയ്ക്കുന്നതിൽ ഈ ലൈൻ എന്ന് പറയുന്നത് ടൈപ്പ് 0ന്റെ ആണെന്ന് എടുക്കുക. നെക്സ്റ്റ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോസിറ്റീവ് ആംഗിൾ വരുന്നത്. അപ്പൊ ഇവിടെ 0 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, +90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും, +180 ഡിഗ്രി ആയിരിക്കും. ഇവിടെ +270 ഡിഗ്രി ആയിരിക്കും. അതേസമയം നമ്മൾ ഇങ്ങോട്ടാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ എന്ത് വേണ്ടി വരും, മൈനസ് സൈൻ ഇടേണ്ടി വരും. -90 ഡിഗ്രി, -180 ഡിഗ്രി ആൻഡ് -270 ഡിഗ്രി. ഓക്കെ, ഇനി ടൈപ്പ് 0 എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ആക്സിസിനെയാണ് വിളിച്ചതെങ്കിൽ ടൈപ്പ് 1 എന്ന് പറയുന്നത് ഈ ആക്സിസിനെയാണ് വിളിക്കുന്നത്. നമ്മൾ നെയിം ചെയ്യാണ് കേട്ടോ. ടൈപ്പ് ഇതെങ്ങനെയാ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ മനസ്സിലാവും. ടൈപ്പ് 2 ആണ്, ഇത് ടൈപ്പ് 3 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അതുപോലെ ഈ ഒരു ക്വാഡ്രന്റ് വരുന്നത് ഓർഡർ 1, ഇവിടെ ഓർഡർ 2, ഇവിടെ ഓർഡർ 3, ഇവിടെ ഓർഡർ 4. നമുക്ക് തന്നിട്ടുള്ള സിസ്റ്റം ഏത് ടൈപ്പ് ആണ് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് സ്റ്റാർട്ടിങ് എങ്ങനെയാണ് വരുന്നത് എന്നിരിക്കുന്നത്. ഇപ്പൊ സപ്പോസ് നമുക്ക് ഇപ്പൊ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇതിന് പാരലൽ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ ഏതാണോ അതിന്റെയാണ് ടൈപ്പ്. അതായത് ഇവിടെ ടൈപ്പ് 1 ആണെങ്കിൽ ടൈപ്പ് 1ന് പാരലൽ ആയിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നതാണ് ഈ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കേസിൽ ഈ ഒരു പിക്ചർ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം ഇത് ടൈപ്പ് 1 സിസ്റ്റം ആണ്. ഇനി ഓർഡർ, ഇതിന്റെ ഓർഡർ ഇവിടെ അവസാനിക്കുന്നത് എവിടെയാ വന്ന് അവസാനിക്കുന്നത്, ഈ ക്വാഡ്രന്റിലാണ്, 3rd ക്വാഡ്രന്റിലാണ് അല്ലെ. 3rd ക്വാഡ്രന്റിൽ എന്ന് പറയുമ്പോൾ ഓർഡർ എന്തായിരിക്കും, ഓർഡർ വിൽ ബി ഈക്വൽ ടു 3 ആയിരിക്കും. അതായത് ഇതിന് പാരലൽ ആയി വന്ന് ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ സിസ്റ്റത്തിന്റെ ടൈപ്പും ഓർഡറും കാണുന്നതാണ് പറഞ്ഞത്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ടൈപ്പ് 0 ആൻഡ് ഓർഡർ 4 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന് പാരലായി സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് എവിടെ അവസാനിക്കും, ഓർഡർ 4ന്റെ ക്വാഡ്രന്റിൽ അവസാനിക്കും. ക്ലിയർ ആണല്ലോ. അപ്പൊ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ടൈപ്പ് 0, ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 എന്ന് പറയുന്നത് ഈ 4 ആക്സിസിന് പേരിട്ടിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഏത് ക്വാഡ്രന്റിലാണ് വരിക എന്നുള്ളതാണ്, അതായത് എൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ 4 ക്വാഡ്രന്റ് ആക്കി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെ, ഓർഡർ 1നും 2നും 3നും 4നും പറ്റിയിട്ടുള്ള ക്വാഡ്രന്റ്സ് ആക്കി തിരിച്ചിട്ടുണ്ട്. അപ്പൊ പോളാർ പ്ലോട്ട് എളുപ്പത്തിൽ പ്ലോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഷേപ്പ് വരിക എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ ബാക്കിയുള്ളതിന്റെ കേസിലും കൂടെ
ഷെയ്ഡ്സ് നോക്കുക, അതുപോലെ തന്നെയാണോ വരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുക കേട്ടോ. നമുക്ക് കിട്ടിയ പോളാർ പ്ലോട്ട് ഇതാണെന്ന് വിചാരിക്കുക. നമ്മുടെ പിക്ചറിൽ കാണുന്ന ഈ ഒരു പോളാർ പ്ലോട്ട് ആണ് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ കേസിലെ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി അതുപോലെ ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്താണെന്ന് കാണണ്ടേ. ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് 1 ആവുമ്പോൾ, അതായത് യൂണിറ്റ് റേഡിയസിലുള്ള ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അത് ആ പ്ലോട്ട് കറസ്പോണ്ടിങ് ഏത് പോയിന്റിലാണ് അതിനെ ടച്ച് ചെയ്യുന്നതെങ്കിൽ ആ പോയിന്റ് ആണ് ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി ഓർ ഒമേഗ GC എന്ന് പറയുന്നത്. ഓക്കെ, അതേസമയം നേരത്തെ പോലെ തന്നെ -180 ഡിഗ്രിയില് എവിടെയാണോ ക്രോസ് ചെയ്യുന്നത് ആ ഒരു പോയിന്റ് ആണ് ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി, വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ PC. ഇനി ബോർഡേ പ്ലോട്ട് ആണെങ്കിലും പോളാർ പ്ലോട്ട് ആണെങ്കിലും 3 കണ്ടീഷൻസ് ആണ് നമ്മൾ പ്ലോട്ട് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യുന്നത്. ഒന്ന്, ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി ആൻഡ് ഈസ് പോസിറ്റീവ് ആണെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കും. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഇഫ് ദേ ആർ ഈക്വൽ, ഒമേഗ PC ഒമേഗ GC, അതായത് ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി ഈക്വൽ ആണ് വരുന്നതെങ്കിൽ സിസ്റ്റം ഇസ് മാർജിനലി സ്റ്റേബിൾ. അപ്പൊ അടുത്ത കണ്ടീഷൻ എന്തായിരിക്കും? ഒമേഗ PC ലെസ് ദാൻ ഒമേഗ GC വരികയാണെങ്കിൽ സിസ്റ്റം അൺസ്റ്റേബിൾ ആയിരിക്കും. ഈ 3 കണ്ടീഷൻസും കൂടെ ഓർത്ത് വെച്ചേക്കാം. ഇത് തന്നെയാണ് 2 പ്ലോട്ടിലും വരുന്നത്. പോളാർ പ്ലോട്ടിലാണെങ്കിലും ബോർഡേ പ്ലോട്ടിലാണെങ്കിലും സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻസ് ഇതാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ബോർഡേ പ്ലോട്ടിനെയും അതുപോലെ തന്നെ പോളാർ പ്ലോട്ടിനെയും സംബന്ധിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഒരു വിധം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനത്തെ ടൈപ്പ് ആണ്, എങ്ങനെയൊക്കെയാണ് അത് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഹാസ് ദ ബോർഡേ ഗെയിൻ പ്ലോട്ട്? ബോർഡേ പ്ലോട്ട് ആണെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പ്ലോട്ട് തന്നിരിക്കുകയാണ്. അത് ഏത് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ആണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്ന് പറയുന്നത്, ഇവിടെ എന്താ വരുന്നത്? സ്ലോപ്പ് 0 ആണ്. ഇവിടെ വരുന്ന ചേഞ്ച് ഇൻ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? -20 dB ആണ്, അല്ലേ? അതുപോലെ ഇവിടെ വീണ്ടും വരുന്നത് എന്താണ്? 0 dB. പിന്നെ വീണ്ടും സ്ലോപ്പ് ചേഞ്ച് വരുന്നു, -40 dB, -60 dB പെർ ഡെക്കേഡ്, അങ്ങനെ പോകുന്നു. അപ്പൊ സ്ലോപ്പ് ചേഞ്ച് നമ്മൾ ഒബ്സർവ് ചെയ്തു. അതിനുശേഷം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫ്ലാറ്റ് ആയി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സപ്പോസ് നമുക്കൊരു 0യോ അല്ലെങ്കിൽ ഒരു പോളോ ഒറിജിനൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ത് വന്നേനെ? ഇവിടത്തെ കേസിൽ +20 dB പെർ ഡെക്കേഡിന്റെ ഒരു ലൈൻ ആയിരുന്നേ വന്നിരുന്നത്. ഇവിടത്തെ കേസിൽ പോളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഒറിജിനല് എന്താ വന്നിരുന്നത്? -20 dB പെർ ഡെക്കേഡ് ആയിരിക്കണം വന്നിട്ടുണ്ടാവുക. പക്ഷെ ഇത് രണ്ടുമല്ല, ഇവിടത്തെ കേസിൽ ഫ്ലാറ്റ് ആണ് വരുന്നത്. വിച്ച് ഇംപ്ലൈസ് there is no poles or zeros at origin. കറക്റ്റ് അല്ലേ? ഒറിജിനില് സീറോസും ഇല്ല പോൾസും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഓപ്ഷൻസിൽ നിന്ന് ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം നമുക്ക്? ഓപ്ഷൻ ബി നോക്കൂ, ഒറിജിനൽ ഒരു പോള് വന്നിട്ടുണ്ട്. ഓപ്ഷൻ സിയിലാണെങ്കിൽ ഒറിജിനൽ ഒരു പോള് വന്നിട്ടുണ്ട്. അപ്പൊ ഈ 2 ഓപ്ഷൻസ് എന്തായാലും വരില്ല എന്ന് മനസ്സിലായല്ലോ. അപ്പൊ നമുക്കിത് രണ്ടും അവോയ്ഡ് ചെയ്യാം. അത് രണ്ടും ക്യാൻസൽ ചെയ്തു. ഇനി ബാക്കി 2 ഓപ്ഷൻസ് ആണ് നമുക്ക് കിടക്കുന്നത്. നമ്മള് ഒരു -20 dB പെർ ഡെക്കേഡ് വരുന്നിടത്ത് എന്തായിരിക്കും ഉണ്ടായിരിക്കുക? -20 dB എവിടെ വരുമ്പോഴാണ് വരുന്നത്? ഡിനോമിനേറ്ററിൽ വരുമ്പോൾ. എന്ന് വെച്ചാൽ അതെന്തായിരിക്കും? ഒരു പോൾ ആയിരിക്കും. അപ്പൊ ഒരു പോളിന്റെ പ്രസൻസ് ഉണ്ട്. ഓക്കെ,
പിന്നെ -20 dB നേരെ 0 dBയിലേക്ക് വീണ്ടും ഫ്ലാറ്റ് ആയിട്ട് പോയിരിക്കുകയാണ്. അതായത് -20 dBയുടെ ഒപ്പം +20 ചെയ്യുമ്പോഴല്ലേ 0 എന്നുള്ളത് വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ +20 dB വരണമെങ്കിൽ നമ്മൾ അവിടെ ആഡ് ചെയ്തിരിക്കുന്നത് എന്തായിരിക്കണം? ഒരു 0 ആയിരിക്കണം. പിന്നെ വീണ്ടും നമുക്ക് -20 dBയുടെ ചേഞ്ച് വന്നു. വീണ്ടും ഒരു -20 dBയുടെ ചേഞ്ച് വന്നു. അതായത് ഇവിടെയും ഒരു പോളിന്റെ പ്രസൻസ് ഉണ്ടാവും, ഇവിടെയും ഒരു പോളിന്റെ പ്രസൻസ് ഉണ്ടാവും. അപ്പൊ ഇത് ടോട്ടലി നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര പോൾസ് വന്നിട്ടുണ്ട്? 1 2 3 പോൾസ് ആണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് അല്ലെ. 3 പോൾസും ഒരു 0 ഉള്ളതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കേസ് ഏതിൽ മാത്രമേ വരുന്നുള്ളൂ? ഓപ്ഷൻ എയിൽ മാത്രമല്ലേ വരുന്നുള്ളൂ. 1 0 3 പോൾസ്. ഇവിടുത്തെ കേസിൽ 2 zeros ആണ്. 2 zeros പോസിബിൾ ആണോ? നമ്മുടെ ഈ തന്നിട്ടുള്ള പ്ലോട്ട് അനുസരിച്ചല്ല. അപ്പോ ഓപ്ഷൻ ഇവിടെ ഏതായിരിക്കും റൈറ്റ്? ഓപ്ഷൻ എ ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പൊ എങ്ങനെയാണ് ബോർഡ് പ്ലോട്ട് എക്സാമിൻ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, സ്ലോപ്പ് ചേഞ്ച് വെച്ചിട്ടാണ് 0 ആണോ പോൾ ആണോ എന്നുള്ളത് നോക്കുക. ഡിനോമിനേറ്ററിലാണോ ന്യൂമറേറ്ററിലാണോ വരുന്നതിനനുസരിച്ചാണ് നമുക്ക് +20 dB ആണോ -20 dB ആണോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അത് മറക്കരുത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഒരു ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. 10 ഡിവൈഡഡ് ബൈ s ഇൻറ്റു s+1² ഉണ്ട്. ഓക്കെ, അതിന്റെ അപ്രോക്സിമേറ്റ് ഗെയിൻ മാർജിൻ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തു? ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനെ ഇൻ ടേം ഓഫ് jω റീപ്ലേസ് ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ ഫേസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്ത് വരും? tan ഇൻവേഴ്സ് മൈനസ് tan ഇൻവേഴ്സ്. കാരണം എന്താ? ഡിനോമിനേറ്ററിലാണ് ടേംസ് വരുന്നത്. അപ്പൊ -tan ഇൻവേഴ്സ് ω ഡിവൈഡ് ബൈ 0 അല്ലേ. 0 + jω ആണല്ലോ jω എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പൊ ω ഡിവൈഡ് ബൈ 0, ഇമാജിനറി പാർട്ട് ഒമേഗയും റിയൽ പാർട്ട് 0 വരുന്നതാണ് ഒന്നാമത്തെ ടേമിന്റെ ഫേസ് വരുന്നത്. ഓക്കെ, അതിനുശേഷം 2 എണ്ണം വരുന്നുണ്ട്. അപ്പൊ 2 ഇൻറ്റു tan ഇൻവേഴ്സ് എന്ത് വരും? ω ഡിവൈഡഡ് ബൈ 1 അല്ലേ വരുന്നത്. ഇത് ഈക്വൽ ടു -180 ഡിഗ്രി ആവുന്നതല്ലേ ω/PC-ലല്ലേ നമുക്ക് എന്ത് കിട്ടുന്നത്? ഗെയിൻ മാർജിൻ കിട്ടുന്നത്. അതായത് ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി ഇവിടെ എത്ര ആയിരിക്കണം? -180 ഡിഗ്രിക്ക് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതെന്താവും? -tan ഇൻവേഴ്സിന്റെ -tan ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം -90 ഡിഗ്രി ആണ്. -2 ഇൻറ്റു tan ഇൻവേഴ്സ് ω ഇസ് ഈക്വൽ ടു -180 ഡിഗ്രി എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് 2 tan ഇൻവേഴ്സ് ω എങ്ങനെ എഴുതാം? 2 tan ഇൻവേഴ്സ് ω ഇസ് ഈക്വൽ ടു -90 + 180 എന്ന് എഴുതാം. which implies tan inverse ω is equal to എന്താണ് വരിക? 90 divided by 2 which is equal to 45 വരും അല്ലേ. ഇനി ഇതിൽ നിന്ന് ω/PC എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നുണ്ടാവുക? tan inverse ω to ω/PC will be equal to 45 ഡിഗ്രി ആണ്. which implies ω/PC is equal to എന്താണ്? 1 അല്ലേ. tan inverse 1 അല്ലേ 45 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ ω/PC-യുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, 1-ന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ω/PC-ൽ വരുന്ന ഗെയിനിന്റെ വാല്യൂ ആണ് എന്ത് പറയുന്നത്? ഗെയിൻ മാർജിന് ഈക്വല്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗെയിൻ കാണാനായിട്ട് 10 ഡിവൈഡഡ് ബൈ ω into root of ω² plus 1² the whole square അല്ലേ വരുന്നത് മാഗ്നിറ്റ്യൂഡ്, which is equal to 10 divided by ω equal to at ω/PC substitute ചെയ്യുക 1 into root 1² plus 1² root 2 whole square വരും, which is equal to 5. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗെയിൻ മാർജിൻ കാണാനുള്ള ഫോർമുല എന്താണ്? ഗെയിൻ മാർജിൻ ഇസ് ഈക്വൽ ടു -20 log k ആണ്.
വിച്ച് ഈസ് ഈക്വൽ ടു -20 log, ഇവിടുത്തെ കേസിൽ എന്താണ് 5 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഇതിന്റെ വാല്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി -14 dB ആണ് കിട്ടുക. അപ്പൊ ഇവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി -20 dB ആണ് അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് പോളാർ പ്ലോട്ടിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. g of jω തന്നിട്ടുണ്ട് 1/jω × 1+jωt. ഓക്കെ, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം പോൾസ് അറ്റ് ഒറിജിൻ എത്ര എണ്ണം ഉണ്ട് ഇവിടെ? ഒരെണ്ണം. അതായത് ഇത് എസിന്റെ ടേമിനെ റീപ്ലേസ് ചെയ്തതാണല്ലോ. അപ്പൊ പോൾസ് അറ്റ് ഒറിജിൻ ഒരെണ്ണാണ് ഉള്ളതെങ്കിൽ അതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടൈപ്പ് 1 ആയിരിക്കും. ഇനി ഓർഡർ ആണ്. ഓർഡർ എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ എത്രയാണ് എസിന്റെ പവർ മാക്സിമം വരുന്നത്? ഇവിടെ സ്ക്വയർ അല്ലേ വരിക, ഇവിടെ 1+st എന്നുള്ള ടേം ആണല്ലോ ഇത്. അങ്ങനെയാണെങ്കിൽ എസിന്റെ എസ് വരുമ്പോൾ എസ് സ്ക്വയർ ആണല്ലോ വരിക. അപ്പോൾ എന്താണ് ഓർഡർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ടൈപ്പ് 1 ഓർഡർ 2ന്റെ കേസിൽ നമുക്ക് എങ്ങനെയായിരിക്കും ഗ്രാഫ് വരിക എന്നുള്ളതൊന്ന് വരച്ചു നോക്കാം. ടൈപ്പ് 0ന്റെ എവിടെയാണ്? ടൈപ്പ് 1ന്റെ ഇതിന് പാരലൽ ആയിട്ടാണ് വരിക. ടൈപ്പ് 1ന്റെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓർഡർ എത്രയാ പറഞ്ഞിട്ടുള്ളത്? 2, 1, 2, ഓർഡർ 1, ഓർഡർ 2, ഓർഡർ 3, ഓർഡർ 4 എന്ന് എടുക്കുകയാണെങ്കിൽ ഓർഡർ 2ൽ തന്നെയാണ് അവസാനിക്കുന്നത്. വിച്ച് ഇംപ്ലൈസ് ഇങ്ങനെ ഒരു ഗ്രാഫാണ് നമുക്ക് വരിക അല്ലെ? നെഗറ്റീവ് റിയൽ ആക്സിസ് ക്രോസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. നെഗറ്റീവ് ഇമാജിനറി ആക്സിസ് ക്രോസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. പോസിറ്റീവ് ഇമാജിനറി ആക്സിസ് ക്രോസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇവിടുത്തെ ഓപ്ഷൻ ഏതായിരിക്കും വരിക? ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ ആൻസേഴ്സ് ഇൻ എ ബി സി ഇസ് കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കാം. ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിത്ത് എസ് ഇസ് ഈക്വൽ ടു jω ഇസ് ഒബ്റ്റൈൻഡ് ആസ് g of jω h of jωയുടെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ k കറസ്പോണ്ടിങ് ടു ഗെയിൻ മാർജിൻ ഓഫ് 20 dB ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം ഗെയിൻ മാർജിന്റെ ഇക്വേഷൻ അനുസരിച്ച് എന്താണ്? log 1 ഡിവൈഡഡ് ബൈ m ഇസ് ഈക്വൽ ടു, ഇവിടെ എത്രയാണ് ഗെയിൻ മാർജിൻ പറഞ്ഞിട്ടുള്ളത്? 20 dB. അങ്ങനെയാണെങ്കിൽ 1/m എന്തായിരിക്കണം? 10 ആയിരിക്കണം അല്ലെ? ലോഗ് 10 വരുമ്പോഴല്ലേ 1 ആവുക. അപ്പൊ എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/10 വിച്ച് ഇസ് ഈക്വൽ ടു 0.1. കറക്റ്റ് അല്ലേ? ഇനി നമുക്ക് ഡിനോമിനേറ്റർ എടുക്കുകയാണെങ്കിൽ ഡിനോമിനേറ്ററിന്റെ ഇമാജിനറി ടേം എന്ന് പറയുന്നത് ഇക്വേറ്റ് ടു 0 ചെയ്താൽ പോരെ നമുക്ക്? കാരണം -180 ഡിഗ്രിയിൽ വരുന്ന ഒമേഗ പി സി ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഒമേഗ കണ്ടുപിടിക്കണമെങ്കിൽ ഒമേഗ ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? -180 ഡിഗ്രി വരുന്നതാണ്. അതായത് നമുക്ക് ഡിനോമിനേറ്ററിലെ ഇമാജിനറി ടേം ഇസ് ഈക്വൽ ടു 0 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. which is equal to omega into 1 minus 0.01 omega square is equal to 0. 1 minus 0.01 omega square equal to 0. 0.01 omega square equal to 1. Omega square is equal to 1 by 0.01 which is equal to 100. Omega is equal to എന്തായിരിക്കും വരിക? 10 radian per second. ഇതാണ് ഒമേഗ പി സിയുടെ വാല്യൂ. ഓക്കെ അല്ലേ? അപ്പൊ ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി നമ്മൾ കണ്ടു. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഗെയിൻ ആണ്. ഗെയിൻ കാണാനായിട്ട് എന്ത് ചെയ്യുക? നമ്മള് മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി ഓഫ് ജെ ഒമേഗ എച്ച് ഓഫ് ജെ ഒമേഗ എടുക്കുക, വിച്ച് വിൽ ബി ഈക്വൽ ടു കെ ഡിവൈഡഡ് ബൈ ഇമാജിനറി ടേം എന്തായി പോവും? 0 ആയി പോയി. പിന്നെ റിയൽ ടേം മാത്രമേ ഉള്ളൂ. അപ്പൊ അതായത് 0.25 ഇൻറ്റു ഒമേഗ സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? 100. അതായത് k/25 വരും അല്ലെ? അതിന്റെ വാല്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. എന്ത്? 0.1 എന്ന്. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ 0.1 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 25 ഇൻറ്റു 0.1 വിച്ച് ഈസ് ഈക്വൽ ടു 2.5.
ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫേസ് മാർജിൻ ഇസ് ദ എമൗണ്ട് ഓഫ് ആംഗിൾ ടു മേക്ക് ദ സിസ്റ്റം എന്താക്കണമെങ്കിൽ അൺസ്റ്റേബിൾ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഫേസ് മാർജിന്റെ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞപ്പോഴേ മെൻഷൻ ചെയ്തിട്ടുള്ള പോയിന്റ് ആണ്. സിസ്റ്റം അൺസ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് എത്ര ആംഗിൾ കൂടെ ആഡ് ചെയ്യണം എന്നുള്ളതിനെയാണ് നമ്മൾ ഫേസ് മാർജിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് എ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം നമുക്ക് തന്നിട്ടുണ്ട്. ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു 3e⁻²s ഡിവൈഡ് ബൈ s into s plus 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി ഓർ ഒമേഗ ജി സി കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാ കാണുക? ആദ്യം ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസിയിൽ എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? 1 ആയിരിക്കും, ഓർ 0 dB, dBയിലാണെങ്കിൽ. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു 1 എടുക്കുകയാണെങ്കിൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എടുക്കാം ആദ്യം. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ വരിക? 3 ഡിവൈഡഡ് ബൈ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് ഒമേഗ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ വിച്ച് ഇസ് 4. ഇതാണ് നമുക്ക് 1 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? 3 is equal to omega into root of omega square plus 4 എന്ന് എഴുതാം. രണ്ട് ഭാഗത്ത് സ്ക്വയർ എടുക്കുകയാണെങ്കിൽ 9 equal to omega square into omega square plus 4 എന്ന് എഴുതി കൂടെ. അതായത് omega raised to 4 plus 4 omega square minus 9 equal to 0 ആണ് നമ്മുടെ ഇക്വേഷൻ. x is equal to omega square ആണ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a വെച്ചിട്ട് ചെയ്യുമ്പോൾ 16 പ്ലസ് 36 4×36 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു, ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 13 എന്നാണ് കിട്ടുക. മൈനസ് സൈൻ ഉണ്ട്. -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 13 എന്നാണ് കിട്ടുക. നമുക്ക് -2 പ്ലസ് ഓർ മൈനസ് 3.605 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതെടുക്കുക? -2 പ്ലസ് 3.605 എടുക്കുക, വിച്ച് വിൽ ബി ഈക്വൽ ടു 1.605. അതിൽ നിന്ന് ഇത് എന്തിന്റെ വാല്യൂ ആണ്? ഒമേഗ സ്ക്വയറിന്റെ വാല്യൂ ആണ് കേട്ടോ. ഇത് ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂ കണ്ടുപിടിച്ചതാണ് നമ്മൾ. ഈ -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 13 വരുന്നതെന്ന് ഒമേഗ സ്ക്വയറിന്റെ വാല്യൂ കണ്ടുപിടിച്ചതാണിത്. അങ്ങനെയാണെങ്കിൽ ഒമേഗ എന്ന് പറയുന്നത് എന്തായിരിക്കും? റൂട്ട് 1.605 ചെയ്തതായിരിക്കില്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു 1.266. ഇവിടുത്തെ ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Feedback control system's open loop transfer function has polar plot that intersects real axis at -5. റിയൽ ആക്സിസിനെ -5ലാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, സിസ്റ്റംസ് ഗെയിൻ മാർജിൻ ഇൻ dB ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അസ്യൂം log 5ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.698 ആണ്. ഗെയിൻ മാർജിൻ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ മോഡ് ജി ഓഫ് ജെ ഒമേഗ പി സിക്ക് ഈക്വൽ ആയിരിക്കില്ലേ, അല്ലേ? ആ ജി ഓഫ് ജെ ഒമേഗ പി സി എന്ന് പറയുന്നതല്ലേ 5 എന്ന് തന്നിട്ടുള്ളത്, -5 എന്ന് തന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുമ്പോൾ ഇത് എന്തായി? 1/5 എന്നാവില്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു 0.2. ഇത് നമുക്ക് dBയിലേക്ക് ആക്കണം, കാരണം dBയിലുള്ള ഗെയിൻ മാർജിൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. dBയിലുള്ള ഗെയിൻ മാർജിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? -20 log 5 ചെയ്തതായിരിക്കും. 1/1/5 എന്ന് വരും, അല്ലെ? അപ്പൊ -20 log 5 എന്ന് പറയുമ്പോൾ -20 into 0.698 വരും, വിച്ച് വിൽ ബി ഈക്വൽ ടു -13.96 dB. അപ്പൊ ഓപ്ഷൻ ഏതാ വരിക? ഡി ആണ് വരിക. ഡയറക്റ്റ് ഗെയിൻ മാർജിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ അഡ്വാൻറ്റേജ് ഓഫ് കൺവേർട്ടിംഗ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഗെയിൻസ് ഇൻടു അഡിഷൻ? ലോഗറിഥമിക് സ്കെയിലാണ് വരിക. എന്താ കാരണം? log a b എന്ന് പറയുന്നത് എന്താണ്? log a പ്ലസ് log b, അതായത് അഡീഷൻ ആക്കി മാറ്റല്ലേ. മൾട്ടിപ്ലിക്കേഷനെ ഇങ്ങോട്ടാക്കി മാറ്റി അഡീഷൻ ആക്കി മാറ്റി. അത് ഏതിലാണ് വരുന്നത്? നമുക്ക് ഓപ്ഷൻ എ ബോർഡേ പ്ലോട്ടിലാണ് വരുന്നത്, ലോഗരിഥമിക് സ്കെയിലിലേക്ക് ആക്കുമ്പോൾ. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ എ ബോർഡേ പ്ലോട്ട്. അതിലല്ലേ ലോഗ് ഒമേഗ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, now the last question is
For a type 1 system, intersection of initial slope of Bode plot with 0 dB axis gives. ഒരു ടൈപ്പ് 1 സിസ്റ്റത്തിന്റെ കേസിൽ ബോഡെ പ്ലോട്ടിന്റെ 0 dB ആക്സിസിന് ഇനീഷ്യൽ സ്ലോപ്പ് ഇന്റർസെക്ട് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇത് പഠിച്ചു വെക്കുക. ഓപ്ഷൻ ബി സ്റ്റാറ്റിക് എറർ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓപ്ഷൻ ബി സ്റ്റാറ്റിക് എറർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ പോർഷനെ ബേസ് ചെയ്ത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത തിയറിയിലോ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻസിലോ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ചാനൽ. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. Stay focused on what really matters.